മച്ചാന്മാരെല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അറിയാലോ, ഹോട്ടലുകൾക്ക് കുറേ അടച്ചുപൂട്ടി. എന്താ, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഗ്യാസിന് അത്യാവശ്യം ക്ഷാമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലേക്കുള്ള ഗ്യാസൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഒരു ആശങ്ക കൂടിയുണ്ട്, ഗ്യാസിന് ഭാവിയിൽ കിട്ടാതെ ആവോ, പ്രശ്നങ്ങളാവോ, കുക്ക് ചെയ്യാനുള്ള ഗ്യാസ് പോലും ഇല്ലാതെ ആവുമെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പശുവിൻ്റെ ചാണകമില്ലേ, അത് നമ്മുടെ വീട്ടിലെ വേസ്റ്റൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രമ്മൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. ഒരു പരീക്ഷണമാണ്, എന്തായാലും നമുക്ക് സെറ്റാക്കി നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ പണി തുടങ്ങുകയാണ്. നേരെ നമ്മൾ ഹോളിടാനുള്ള പരിപാടിയാണ്. നമ്മുടെ ഓട്ട വലുതാക്കാൻ പോവാണ്. അടിയിലൊരു തുള വളയ്ക്കാനുണ്ടേ. ഇനി നമ്മുടെ സെറ്റപ്പുകൾ നോക്കാട്ടോ. അപ്പോൾ നമ്മളുടെ ഈ കാണുന്ന ഡ്രമ്മിൽ നമ്മൾ 3 ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഹോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ കാണുന്ന PVC പൈപ്പ് ഇല്ലേ, 6 ഇഞ്ചിൻ്റെ PVC പൈപ്പ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇട്ടൊരു ഹോളാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് വരുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ചെറിയൊരു ഹോളാണിത്. ഇതൊക്കെ നമ്മൾ ഡ്രിൽ മെഷീൻ വെച്ചിട്ടിട്ടാണ്, ഇത് നമ്മൾ ജിക്സോ വെച്ചിട്ടിട്ടത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്ലറി, അതായത് ഇതിനുള്ളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വേസ്റ്റ് കാലഹരണപ്പെട്ട് നല്ല അടിപൊളി സ്ലറി ആയിട്ട് നമുക്ക് വരും. അത് നമ്മുടെ വളമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി സാധനമാണ്. അപ്പോൾ അത് കളക്ട് ചെയ്യാനുള്ള ഒരു ഹോള് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിക്ക് നമ്മൾ പൈപ്പൊക്കെ സെറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇതിൻ്റെ സെറ്റിംഗ് എങ്ങനെയാണ് നോക്കിയാലോ ഇനി. അപ്പോൾ നമ്മുടെ തൊണ്ടയൊക്കെ പോയി കിടക്കണം, സൗണ്ടൊക്കെ ഇച്ചിരി കുറവായിരിക്കും. ഇനിയിപ്പോൾ നമ്മളിലേക്കുള്ള കണക്ടർ നോക്കുകയാണ്. നമ്മുടെ UPVC ടാങ്ക് കണക്ടർ യൂസ് ചെയ്തിട്ട് നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ വലിയ ഹോൾ ഇട്ടാനുള്ള ഗുണം എന്താണെന്ന് അറിയോ, നമുക്ക് ഇതിൽ കൂടെ നമ്മുടെ കൈ ഇറക്കിയിട്ട് ഇതിങ്ങനെ കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് പറ്റുമേ. അപ്പോൾ നേരെ ഇത് വെച്ചിട്ട് നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല ടൈറ്റാക്കി എടുക്കണം കേട്ടോ. സംഭവം ഇതിൽ നമ്മുടെ എയർ ലീക്ക് കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് സീലാക്കി എടുക്കണം നമ്മളെ. അപ്പോൾ മാക്സിമം നമ്മുടെ ഫോഴ്സ് വെച്ചത് ടൈറ്റ് ചെയ്ത് ഇനി ഇവിടെയൊക്കെ നമ്മൾ സീൽ ചെയ്ത് കൊടുക്കും. ഒട്ടും തന്നെ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ബയോഗ്യാസ് ഇതിൽ ഉണ്ടാവുന്നത് പുറത്തേക്ക് എടുക്കാനുള്ള സെറ്റപ്പാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഒരു കുഞ്ഞു ഹോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു, അതിലേക്ക് ഇതേ നമ്മൾ ഇത് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. നമ്മൾ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ ഇനി സീൽ ചെയ്ത് കൊടുക്കും കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്കിത് ഇങ്ങനെ പൊക്കിയിട്ട് ഇത് ടൈറ്റ് ചെയ്തെടുക്കണം മൊത്തം. ഓക്കെ, ഇപ്പോൾ നല്ലോണം ഇത് ടൈറ്റാക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞ PVC പൈപ്പാണ്. ഈ PVC പൈപ്പിൻ്റെ അറ്റം നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. നമ്മൾ ചരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന വേസ്റ്റൊക്കെ അടിയിലേക്ക് ചെന്നിട്ട് അടിയിൽ വെച്ച് ഇതിൻ്റെ രാസപ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വേസ്റ്റ് വരുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നോളൂ, അല്ലെങ്കിൽ നേരെ നമ്മൾ ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് മുട്ടിക്കിടക്കുമ്പോൾ നമ്മുടെ ആ ഒരു സ്ലറിയിലേക്ക് ഇത് എത്തൂല. അപ്പോൾ അത് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് നമ്മളിത് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ PVC പൈപ്പ് 6 ഇഞ്ചിൻ്റെ PVC പൈപ്പ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി അങ്ങോട്ട് കൊടുക്കുകയാണേ. ഓക്കെ, ഓക്കെ, അങ്ങനെ നമ്മുടെ പൈപ്പ് സെറ്റപ്പുകളൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നന്നായിട്ട് സീൽ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ സീൽ ചെയ്യാൻ പോകുന്നത് സിലിക്കൺ വെച്ചിട്ടാണ്. നമ്മൾ വെതറിൻ്റെ അത്യാവശ്യം വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സിലിക്കൺ വെച്ചിട്ടാണ് നമ്മളിത് ഫുള്ള് സീൽ ചെയ്ത് കൊടുക്കുകയാണ്. അടിയിൽ നമ്മുടെ സ്ലറി പോകാനുള്ള ആ പൈപ്പിൻ്റെ ജോയിൻറ്റുകൾ നമ്മളിത് സിലിക്കൺ അടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ബയോഗ്യാസ് ഉണ്ടായി കഴിയുമ്പോൾ അത് നമ്മൾ എടുക്കാനുള്ള പോർഷൻ ഇതാണ് നമ്മൾ ഏറ്റവും അധികം നല്ല സീൽ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. കാരണം ഇതിൽ കൂടെ ഒരു ചെറിയ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് മൊത്തം പുറത്തേക്ക് പോവും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നല്ല രീതിക്ക് ഇതിനെ നമ്മൾ സീൽ ചെയ്ത് സെറ്റാക്കി എടുക്കണേ. ഓക്കെ, അത്യാവശ്യം നല്ല രീതിക്ക് നമ്മളത് സീൽ ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി നമ്മുടെ ബയോഗ്യാസ് സ്റ്റോർ ചെയ്യാനും ഡിസ്ട്രിബ്യൂഷനും വേണ്ടിയിട്ടുള്ള ആ ഒരു പൈപ്പ് കണക്ഷനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇരുമ്പിൻ്റെ പൈപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ജോയിൻറ്റുകൾ ടൈറ്റ് ആവാനായിട്ട് നമ്മൾ ടെഫ്ലോൺ ചുറ്റിയിട്ട് ഷെല്ലാക്ക് അതിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഓരോ ജോയിൻറ്റുകളും നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ നോസിലുകളിലായാലും അതുപോലെ തന്നെ ആ ടീ ജോയിൻറ്റിലായാലും എല്ലായിടത്തും നമ്മൾ ടെഫ്ലോണും അതേപോലെ ഷെല്ലക്കൊക്കെ ചേർത്ത് നല്ല അടിപൊളി നല്ല എന്താ പറയുക ഒരു തുള്ളി എയർ പോവാത്ത രീതിയിൽ നമ്മൾ ടൈറ്റാക്കി സെറ്റാക്കി എടുക്കുകയാണ്. നമ്മുടെ ഈ കാണുന്ന ഡ്രമ്മിൽ നിന്ന് വരുന്ന ബയോഗ്യാസിനെ നമ്മളിത് ഇവിടേക്കാണ് ഇനി ഒരു ഓസ് വെച്ച് കണക്ട് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ഗ്യാസ് കൊണ്ടുപോകാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഗാർഡൻ ഓസ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ചെടിയൊക്കെ നനയ്ക്കുന്ന ഓസില്ലേ അത്. അപ്പോൾ നമ്മളതൊന്ന് ടൈറ്റ് ആക്കാനായിട്ട് ഇത് നമ്മളൊരു സെറ്റപ്പ് ക്ലാമ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നേരെ കയറ്റി വയ്ക്കാം. നമ്മുടെ കൈയൊക്കെ നോക്കി ഷെല്ലാക്കൊക്കെ ഉണ്ടാക്കി കളറൊക്കെ മാറിയിട്ടുണ്ട്. അത്യാവശ്യം ടൈറ്റുള്ള ഓസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ലീക്കൊന്നും വരാതിരിക്കാനായിട്ട് നമ്മുടെ ക്ലാമ്പ് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഗ്യാസ് വരുന്ന ആ ഒരു ഓസിനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള സെറ്റപ്പിലേക്ക് നേരെ വെച്ച് ഇതും ടൈറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ്.
അപ്പോൾ ഇതിൻ്റെ മച്ചന്മാർ ഇതെന്ന് പറയുന്നത് ഗ്യാസ് കളക്ട് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ പഴയ വണ്ടിയുടെ ട്യൂബാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഗ്യാസ് കളക്ട് ചെയ്യാനുള്ള പരിപാടി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ് നോക്കാട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഗ്യാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ട്യൂബിൽ നിന്ന് വരുന്ന ഒരു ഹോസ് ഇതേ നമ്മൾ 3 ട്യൂബിലേക്ക് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഹോസ് എടുത്തിട്ട് നേരെ ദേ ഇതിൻ്റെ ടയറിൻ്റെ ഒക്കെ വാൽവ് ഉണ്ടാവില്ലേ, ആ വാൽവിൽ ആ ചെറിയ നോബ് നമ്മൾ ഊരി കാട്ടി കളഞ്ഞു. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ട്യൂബ് ഇച്ചിരി വലിപ്പമാണ്, ഇത് ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഇതിനൊന്ന് ചുരുക്കിയിട്ടാണ് വെച്ച് ടൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഓസ് ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ നല്ലോണം വഴങ്ങി കിട്ടൂട്ടാ. ഇനി നമ്മളിതേ നമ്മൾ ക്ലാമ്പ് ഇട്ടിട്ട് ആ ട്യൂബിൻ്റെ നോബുമേക്ക് ഇത് വെച്ച് നല്ലോണം ടൈറ്റ് ആക്കുകയാണേ. അങ്ങനെ നമ്മുടെ 3ാമത്തെ ട്യൂബിലേക്കും നമ്മൾ കണക്ഷൻ കൊടുക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഓസ് ചൂടാക്കുന്നു, നമ്മൾ വെച്ച് ടൈറ്റ് ചെയ്യുന്നു തന്നെ പരിപാടിയെ. ഇനി നമ്മുടെ ബയോഗ്യാസ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ കണക്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ പശുവിൻ്റെ ചാണകം ഉണ്ട് നമ്മൾ മെയിൻ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുക്കുന്നത് നമ്മുടെ ഗ്യാസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി ഇതേ ഇവിടെ കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രഷ് ചാണകം. ആഹാ, ഓ ഇതുപോലെ കുറച്ചധികം നമുക്ക് വേണേ. അപ്പോൾ നമ്മുടെ എല്ലാ പശുമ്പിടൻ ചാണകം നമ്മൾ വാരി സെറ്റാക്കി എടുക്കുകയാണേ. അങ്ങനെ നമ്മുടെ പശുമ്പിട ചാണകം മൊത്തം നമ്മൾ കോരി എടുക്കുകയാണേ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രഷായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചാണകമാണ്. കഴിഞ്ഞു. നമ്മൾ പറഞ്ഞത് കേട്ടെന്ന് തോന്നുന്നു, പിന്നെ തന്നില്ല. ആയി. അപ്പോൾ ഇത് ഇനി നമ്മൾ കൊണ്ടുവന്ന ചാണകമില്ലേ, നല്ല ഫ്രഷ് ചാണകമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇച്ചിരി മോളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്ന് ലായനിയാക്കി എടുക്കണേ. ഒരു ചെറിയ പരുവത്തിലേക്ക്, ഭയങ്കര വെള്ളം വരാൻ പാടില്ല. ഒരു എന്താ പറയുക, മതി 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 ഒരു നല്ലൊരു മിക്സർ ലെവലിലേക്ക് നമ്മൾ ഇതിനെ കലക്കി കറക്കി എടുക്കണേ. ആയി, നല്ലോണം ഇളക്കി ആ ഒരു പരുവത്തിലേക്ക് എത്തിക്കണം കേട്ടോ. നമുക്കിനി നല്ല കലക്കി സെറ്റായി. മൈലാഞ്ചി പോലില്ലേ ഇവിടെ കണ്ടിട്ട്. അങ്ങനെ നല്ല കട്ടിയായിട്ട് കിടന്നാണ് നമ്മുടെ ചാണകത്തിന് നമ്മൾ ഇളക്കി 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 നല്ല മൈലാഞ്ചി ഇടുന്ന പരുവം. അതല്ല കേട്ടോ, അതിനേക്കാൾ ഇത്തിരി ലൂസാക്കി നല്ല പരുവത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചാണകത്തിന് നമുക്ക് നേരെ എടുത്ത് നമ്മളുടെ ഈ ഒരു ഡ്രമ്മിലേക്ക് നിറയ്ക്കണം. അപ്പോൾ നമ്മുടെ മിക്സ്ചർ എടുത്ത് ഇനി നേരെ നമ്മുടെ ഡ്രമ്മിലേക്ക് നിറയ്ക്കണ പരിപാടിയാണ്. കുറച്ചൊക്കെ പുറത്തു പോവും, അതൊന്നും പ്രശ്നമല്ല. നല്ല ചാണകത്തിൻ്റെ പച്ചമണം. ആഹാ, നമ്മളെ ആദ്യമായിട്ട് ചെയ്യണ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഔട്ടറൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് വെള്ളമൊഴിച്ച് വൃത്തിയാക്കാൻ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് ആദ്യത്തെ ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ വൃത്തിയാക്കൽ. പിന്നെ ഇതിൻ്റെയൊക്കെ അവസ്ഥ കാണാൻ കോമഡി ആയിരിക്കുള്ളൂ. അങ്ങനെ നമ്മൾ പ്രൈമറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ചാണകം കലക്കിയ വെള്ളം നമ്മൾ ഒഴിച്ച് ഏകദേശം ഈ ഒരു ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡെയിലി നമ്മുടെ വീട്ടിൽ വരുന്ന പച്ചക്കറി വേസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ ഈ കോഴിയുടെ കാഷ്ടം, ഇതൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് പ്രൊഡക്ഷൻ നടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ കളക്ട് ചെയ്തെടുക്കാവേ. നമുക്ക് വേസ്റ്റിന് വേറെ പുറത്തെങ്ങും പോകണ്ട കേട്ടോ. നമ്മുടെ കോഴി ബാബാമാരൊക്കെ കാലത്ത് തന്നെ നമുക്ക് വേണ്ട ഇന്ധനം തരുവേ. ഇതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് കോഴിക്കാട്ടവളം ഉണ്ട്. അത് നമ്മളിത് കുറച്ച് കളക്ട് ചെയ്യാം. ഈ സാധനം നമ്മുടെ ബയോഗ്യാസ് പ്രൊഡക്ഷന് അടിപൊളി സാധനമാണ്. നമ്മൾ മുമ്പ് ചെയ്തപ്പോൾ ഇതിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കാട്ടം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കോഴിക്കാട്ടത്തിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഗ്യാസ് കിട്ടും കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അറപ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഗ്ലൗസും അതുപോലെ ഒരു മാസ്ക് ഒക്കെ വെച്ച് ചെയ്യാം. ഗ്യാസ് മാസ്ക്. ഇനി നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയൊക്കെ നന്നാക്കുമ്പോഴുള്ള വേസ്റ്റും അതുപോലെ പഴകിയ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടിയ പച്ചക്കറിയുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തണ്ണിമത്തനൊക്കെ ചീഞ്ഞതും, വെണ്ടക്ക, പടവലങ്ങ, പഴുതനങ്ങ, അങ്ങനെ എന്തൊക്കെ പച്ചക്കറി വേസ്റ്റ് ഉണ്ടോ അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല സുഗന്ധമൊക്കെ വരുന്നുണ്ട്. ആദ്യം കുറച്ച് നേരം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, പിന്നെ നമുക്ക് പ്രശ്നം തോന്നില്ല. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് റെഡി ആയിക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ള 6 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മളിനി നന്നായിട്ട് അടച്ച് സീൽ ചെയ്ത് കൊടുക്കുക.
കാരണം ഇതിലുണ്ടാവുന്ന ഗ്യാസ് ഇതുവഴി പുറത്തേക്ക് പോകാൻ പാടില്ല. ഇനിയിപ്പോൾ അതെ ഇവിടെ നമ്മളിതിൽ കൂടുതലായിട്ട് വരുന്ന ചാണകവും അത് സ്ലറി ആയി കഴിയുമ്പോൾ കളക്ട് ചെയ്യാനുള്ള പൈപ്പാണ്. ഇതിൽ കൂടെയും ഗ്യാസ് പുറത്തേക്ക് പോകും. അപ്പോൾ അതും നമ്മളിത് നല്ല രീതിക്ക് ഇട്ട് അടച്ചു വെച്ച് കൊടുക്കുക. ഇത് രണ്ടും നല്ല ടൈറ്റാക്കി അടച്ചു വെച്ചേക്കണം, എന്നാൽ നമുക്ക് ഊരാനും പറ്റണം. ഇതിൽ വരുന്ന ഗ്യാസ് പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഗ്യാസ് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഈ കാണുന്ന ഹോസില്ലേ, ഈ ഹോസിൽ നിന്ന് വരുന്ന ഗ്യാസ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ പ്രൊഡക്ഷൻ നടക്കുന്ന ഗ്യാസ് നേരെ പോയിട്ട് ഇനി ഈ കാണുന്ന 3 ട്യൂബുകളിലും നിറയും. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നാളത്തേക്ക് ഗ്യാസ് കിട്ടുമെന്ന് വിചാരിച്ചാൽ നാളത്തേക്ക് ഗ്യാസ് കിട്ടില്ല. ഫ്രണ്ട് മച്ചാൻ ഇപ്പോൾ എയർലൈനായിട്ടാ കുഴി അവിടെ തട്ടിയിട്ട്. അപ്പോൾ ഇന്നെ തന്നെ നമുക്ക് ഗ്യാസ് കിട്ടില്ല, നാളെയും കിട്ടില്ല. ഏകദേശം ഒരു 3-4 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്ക് ഗ്യാസ് പ്രൊഡക്ഷൻ നടക്കുള്ളൂ. അത് ചാലു ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെയിലി കിട്ടും. അപ്പോൾ എന്തായാലും ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഏകദേശം ഒരു 5-6 ദിവസം വെയിറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മച്ചാന്മാരെ ഏകദേശം 5 ദിവസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4ാമത്തെ ദിവസം തന്നെ വന്നത് നമ്മുടെ റിസൾട്ട് നോക്കാനുള്ള ക്യൂരിയോസിറ്റിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിൽ നമ്മൾ വെച്ചാർന്ന 3 ട്യൂബുകൾ, ഗ്യാസ് നിറയാനായിട്ട് വെച്ചാർന്ന 3 ട്യൂബുകളിൽ ഏകദേശം ഓരോ ട്യൂബിലും പകുതി വെച്ച് നിറഞ്ഞിട്ടുണ്ട്. ഫുള്ള് വരെ നിറഞ്ഞ് കാണാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുക, ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ 3 ട്യൂബുകൾ, ഈ ട്യൂബിൽ 2 അത്യാവശ്യം 3/4 ഭാഗം നിറഞ്ഞിട്ടുണ്ട്, ഇപ്പുറത്തെ ട്യൂബിലാണെങ്കിൽ ഒരു 1/2 ഭാഗം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ എന്തായാലും നമ്മുടെ ട്യൂബുകൾ നിറഞ്ഞിരിക്കുന്നത് ബയോഗ്യാസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഗ്യാസിന് നമ്മുടെ എന്താ പറയുക സ്റ്റൗവിലേക്ക് കൊടുക്കാനുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവില്ല. ആ ഫോഴ്സ് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കാനായിട്ട് പോവാണ്. കാരണം ഇതിൽ ഫില്ലായിട്ടുണ്ടെങ്കിലും ആ ഒരു പുറത്തേക്ക് തള്ളാനുള്ള പ്രഷർ ഇതിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സൂത്രം ചെയ്യുകയാണ്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ ട്യൂബുകളെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ 3 ട്യൂബും കൂടി ഒരുമിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ഏകദേശം ഒരു ഫോഴ്സ് നമുക്ക് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതേ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെയിറ്റ് വെക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുകയാണ്. ഇനി വെയിറ്റിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു കല്ലും കൂടി എടുത്ത് വെച്ച് നമുക്കൊന്ന് അലൈൻ ചെയ്ത് കൊടുക്കട്ടെ. കല്ല് വെക്കുമ്പോൾ അങ്ങോട്ട് കിടക്കാൻ മാറിപ്പോവാണേ. ഓക്കെ, അപ്പം മച്ചാന്മാരെ ഇനി നമ്മുടെ റിസൾട്ട് നോക്കാനുള്ള സമയമായിക്കാണ്. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു 4 ദിവസം മുമ്പ് കലക്കി വെച്ച ചാണകത്തിലിട്ട് വേസ്റ്റ് ചെയ്യുന്ന ഉണ്ടായ ബയോഗ്യാസിനെ നമ്മൾ ഈ ട്യൂബിലേക്ക് സ്റ്റോർ ചെയ്തേക്കാണ്. ആ സ്റ്റോർ ചെയ്ത ആ ഒരു ഗ്യാസിനെ നമ്മൾ ഒരു സ്പെഷ്യൽ അടുപ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കാണ്. ഇതിൽ വേറെ ഒന്നുമില്ല, നമ്മളിത് അവിടെ നിന്ന് നേരെ ടാപ്പ് ചെയ്തിട്ട് ഒരു കോപ്പർ ട്യൂബ് വഴി വെറുതെ മുകളിലേക്ക് എത്തിച്ചേക്കാണ്. അപ്പോൾ ഇത് ഇനി നമ്മൾ കത്തിച്ച് നോക്കാനായിട്ട് പോകാനായിട്ട് കത്തില്ലേന്ന്. അപ്പോൾ ഇത് നമ്മുടെ വാൽവ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണേ. വാൽവ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഗ്യാസ് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ഇവിടെ നമ്മളിത് കത്തിച്ച് നോക്കാണേ. മോനെ ദേടാ കത്തട നോക്കിയാടാ, എന്ത് രസമായിട്ടാ കത്തട നോക്കിയേ. പ്രവി സംഭവം സെറ്റടാ. ദേ നമ്മൾ ഇത്ര പണിയെടുത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അടിപൊളിയായിട്ട് വരുന്നുണ്ട് തീ. ദേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പ്രഷർ ഒന്ന് കുറയ്ക്കാം കേട്ടാ. നീ നോക്കി, നമ്മൾ ഈ കല്ലെടുത്ത് മാറ്റുമ്പോൾ അവിടെ പ്രഷർ കുറയും. കല്ല് വെച്ചില്ലെങ്കിലും അത്യാവശ്യം ഗ്യാസ് വരുന്നുണ്ട് കേട്ടോ. അതെ നമുക്കാണെങ്കിൽ ഈ പാത്രം കൂടി മാറ്റി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ ഇതിൻ്റെ ആവശ്യമില്ല തോന്നുന്നത്. അത്യാവശ്യം നമുക്കുള്ള തീ അവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതേ നമ്മുടെ 3 ട്യൂബുകളുടെ ഒരുമിച്ച് നമ്മൾ ഓസിലാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. 3 ട്യൂബുകളുടെ അടിപൊളി. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് തീ വരുന്നുണ്ട്. അപ്പോൾ ഈ തീയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് സെറ്റപ്പാക്കി നോക്കണ്ടേ. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യും, നമ്മൾ ഇത് അടച്ചു വെച്ച് നമ്മളിനി കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കുകയാണേ. അപ്പോൾ ഇനി നമ്മുടെ ബയോഗ്യാസിലെ കഞ്ഞി വയ്ക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതേ നമ്മുടെ പാത്രം വെച്ച് വെള്ളം ഒഴിച്ച് നമ്മളിത് കഞ്ഞി വയ്ക്കാൻ പോവുകയാണേ. കുറച്ച് കഞ്ഞി വയ്ക്കണുള്ളൂ. വെള്ളം തിളച്ച് വരട്ടെ കേട്ടാ. അപ്പോൾ ഇതേ നമ്മുടെ തീയൊക്കെ നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. കലത്തുമ്മിക്കൊക്കെ നോക്കി നല്ല തീ വരുന്നത് നോക്കി. ആഹാ അടിപൊളി. അപ്പോൾ ഇതേ വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മച്ചാന്മാർ ഇനി നമ്മളുടെ ഈ ഒരു ചെറിയ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതേ നമ്മളുടെ ഈ ഒരു ടാങ്കിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഈ ടാങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്, സ്ലറി ആയിട്ട് നമ്മളുടെ ചാണകം, പച്ച ചാണകം കലക്കിയതും അതുപോലെ തന്നെ ഗ്യാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള കോഴിക്കാഷ്ടവും അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ് നമ്മളിതിൽ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഇതിട്ട് കഴിയുമ്പോൾ നേരെ ഇത് പോകുന്നത് ഈ പൈപ്പിൻ്റെ താഴേക്കാണ്, ഏറ്റവും താഴേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ആ സ്ലറിയുടെ അടിയിലായിരിക്കും ആ വേസ്റ്റുകൾ മുങ്ങിക്കിടക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത്.
നടക്കുന്നത്. അതായത് ഇതിൽ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അനറോബിക് ഡൈജഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതായത് ഓക്സിജൻ്റെ അഭാവത്തിൽ നമ്മളുടെ മൈക്രോ ഓർഗാനിസംസ് ഈ സ്ലറിയിൽ വർക്ക് ചെയ്തിട്ട് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ മീഥൈൽ ഗ്യാസും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മീഥൈൽ ഗ്യാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഗ്യാസാണ്. അപ്പോൾ ആ ഗ്യാസിനെ ഇതേ നമ്മൾ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതേ ഈ ട്യൂബുകളിലാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പ്രഷർ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു പാത്രം വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതേ നമ്മൾ ഇച്ചിരി പ്രഷർ ഇങ്ങനെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അവിടെ ഫ്ലെയിം നല്ല രീതിക്ക് വരുന്നത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇതെടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫ്ലെയിമിൻ്റെ ആ ഒരു ഫോഴ്സൊക്കെ കുറയുന്ന കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ വരുന്ന തീക്ക് സാധാരണ ഗ്യാസിലേക്ക് ഒരു നീല കളർ ഫ്ലെയിമാണ് വരിക, പക്ഷേ ഇതിനൊരു റെഡ് കളറാണ്. കാരണം വേണ്ടത്ര ആ ഒരു പ്രഷർ ഇല്ലാത്തത് കൊണ്ടും ഇതിൽ തന്നെ നമ്മളുടെ ഗ്യാസ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഇതിൽ ജലാംശം കുറച്ച് കൂടുതലായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു ഫ്ലെയിം ഒരു റെഡ് കളറായിട്ട് കാണുന്നത്. പിന്നെ നമ്മുടെ LPG ഗ്യാസിൻ്റെ അത്ര ചൂട് ഇതിനുണ്ടാവണമെന്നില്ല, കാരണം പ്രഷർ കുറവായതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും നമ്മളുടെ അരി വേവിക്കാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ വെന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ആവിയൊക്കെ വരുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വേസ്റ്റ് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഈ കാണുന്ന ഗ്യാസ് മൊത്തം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നമ്മളിത് തുറക്കുന്നതോടുകൂടി ഈ ഗ്യാസ് ഇതുവഴി എസ്കേപ്പ് ആവും. ഹൈ പ്രഷർ ആയിരിക്കും വരുന്നത്. നമ്മളിപ്പോൾ ഇതിന് പകരം സ്ലറിയാണ് ആദ്യം തുറക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഗ്യാസ് റിലീസ് ചെയ്യാതെ നമ്മൾ ഈ സ്ലറിയുടെ ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പുറത്തേക്ക് ചീറ്റി ചാടി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസ് ഫുള്ള് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇനി ഇത് തുറന്ന് നമ്മൾ വേസ്റ്റ് ഇടാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ലറി ഇങ്ങനെ നിറഞ്ഞ് വരുമ്പോൾ നമ്മളിത് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. നല്ല കിടക്കാച്ചി വളം ഉണ്ടോ ഇത്. ഓക്കെ മോനെ വടാ, നമ്മുടെ ചോറ് താളേക്ക് വരുന്ന ശബ്ദം കേൾക്കാട്ടാ. അപ്പോൾ അത്യാവശ്യം ആഹാ നമ്മുടെ ചോറ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇട്ട അരി ചോറായി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി വേവാനുണ്ട്, ഒന്ന് വെന്ത് വരട്ടെ. ആയ് പുതിയ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കഞ്ഞി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അടുത്തായിട്ട് നമ്മൾ മുട്ട പൊരിക്കാൻ പോവാണ്. മുട്ടയല്ലിട്ട് നമ്മുടെ ഓംലെറ്റാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബുൾസൈ അടിക്കാനുള്ള പരിപാടിയാണ്. ഷേപ്പൊന്നും ശരിയായില്ല കേട്ടോ, കുഴപ്പമില്ല, നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്, നോ പ്രോബ്ലം. നമ്മുടെ ബുൾസൈ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. നമ്മൾ ബുൾസൈയും കഞ്ഞൂടിയാണ് കഴിക്കാൻ പോകുന്നത്. വാവ് വാവ്. അപ്പോൾ അങ്ങനെ മറച്ചിട്ട ബുൾസൈയൊക്കെ റെഡിയായി. ഇതേനാ സംഭവം നോക്കി നല്ലോണം വെന്ത് വന്നിട്ടുണ്ടേ. പിന്നെ നമ്മുടെ ചൂടൻ കഞ്ഞിയിലേക്ക് മുട്ട ബുൾസൈ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ മച്ചാന്മാരെ ഇനി നമ്മുടെ ബയോഗ്യാസിൽ നമ്മൾ കുക്ക് ചെയ്ത മുട്ട ബുൾസൈയും കഞ്ഞിയും കൂടി ആയി. സാധാ ഗ്യാസിൽ കുക്ക് ചെയ്യണമല്ലോ കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിന് ടേസ്റ്റ് കൂടാൻ കുറയാനൊന്നും പോണില്ല. ബ്രേക്ക് വേണോ? തരാട്ടാ. ബയോഗ്യാസിൽ കുക്ക് ചെയ്ത കഞ്ഞിയും മുട്ടയും. ഇല്ലടാ, അതിനുള്ള ചൂടില്ല. അതിനുള്ള ചൂടില്ലല്ലോ. അങ്ങനത്തെ നമ്മുടെ ഇന്നത്തെ പരീക്ഷണം അവസാനിപ്പിക്കാൻ നേരായ. എന്തായാലും ഒരു പരീക്ഷണം കഴിഞ്ഞപ്പോൾ കഞ്ഞി മുട്ടയും കിട്ടി. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ബയോഗ്യാസ് വീഡിയോ നമ്മൾ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറിയ രീതിയിലെങ്കിലും ഗ്യാസിന് ക്ഷാമം അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഈ ഒരു അറിവ് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് നോക്കിയത്. നമുക്ക് സക്സസ് ആയിരുന്നു. അപ്പോൾ ചെയ്യുമ്പോൾ നല്ല പെർഫെക്ഷനിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഗ്യാസ് കിട്ടാനുള്ള ചാൻസും കുറവാണ്. സോ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഡെഡിക്കേഷനിൽ തന്നെ ഇത് ചെയ്തെടുത്താലേ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. സംഭവം നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ അടിപൊളിയായിട്ട് എത്ര നേരമായി നോക്കി ആ ഗ്യാസ് നമ്മൾ നിന്ന് കത്തുന്നു. ഇതിൻ്റെ മുകളിൽ ഞാൻ കയറിയിരുന്ന് കാണിച്ചു തരാം കേട്ടോ, പ്രഷർ എങ്ങനെ കയറുന്നതെന്ന്. എൻ്റെ അമ്മേ, നമ്മളാ കയറിയിരുന്നപ്പോൾ നോക്കി ആ ഗ്യാസിൻ്റെ വരവ് കൂടി പ്രഷർ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നല്ല കിടുക്കാച്ചി ഫ്ലെയിമായിട്ട് കത്താണ്. അപ്പോൾ എന്തായാലും വെച്ചാൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചന്മാരെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.